പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണോ നടക്കുന്നതും നടന്നു കഴിഞ്ഞതുമൊക്കെ? അല്ലേ? ജീവിതമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും, നമുക്കിഷ്ടപ്പെടാത്ത സംഭവങ്ങൾ വരും, നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് എല്ലാവരും പെരുമാറണമെന്നുമില്ല അല്ലേ? ചിലരുടെ പെരുമാറ്റം നമ്മളെ വേദനിപ്പിക്കും, ചിലരുടെ വാക്കുകൾ നമ്മളെ വിഷമിപ്പിക്കും. അങ്ങനെ നമുക്ക് വിഷമം തരുന്നതുമായ സംഭവങ്ങളുണ്ടാവും. ഇടയ്ക്ക് നമ്മളെ ചിരിപ്പിക്കുന്നതും സന്തോഷം തരുന്നതുമായ സംഭവങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മളുടെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ, അതായത് കഴിഞ്ഞ കാലത്ത് ഇപ്പോഴും ഒക്കെ നമുക്ക് വിഷമം തരുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന നടന്ന ഏതെങ്കിലും നമ്മളെ വിഷമിപ്പിച്ച ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ വരും അല്ലേ? ഭാവിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അതൊരു ശതമാനം പോലും നമ്മുടെ ലൈഫിൽ അല്ലാത്തതും എന്നാൽ നമുക്ക് വിഷമം മാത്രം തരുന്നതുമായ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളെയൊക്കെ നമ്മുടെ ഓർമ്മയുടെ ആഴത്തിലേക്ക് തള്ളിവിടാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങളെ വിഷമിപ്പിച്ച സംഭവം അത് എന്തുമായിക്കോട്ടെ, ആരെങ്കിലും പറഞ്ഞതാകാം, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാകാം, നിങ്ങളുടെ കൂട്ടുകാരെന്തെങ്കിലും പറഞ്ഞതാകാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞതാകാം, എന്തുമായിക്കോട്ടെ, നിങ്ങളെ വിഷമിപ്പിച്ച ഭാവിയിലേക്ക് നിങ്ങൾക്ക് 1% പോലും നിങ്ങൾക്ക് പ്രയോജനകരമല്ലാത്ത വിഷമം മാത്രം തരുന്ന എന്തുമായിക്കോട്ടെ, അത് നിങ്ങളൊരു ഒരു പേപ്പർ എടുത്ത ശേഷം നിങ്ങൾ വളരെ ഡീറ്റെയിലായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ ആ വെള്ള പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ വളരെ ഡീറ്റെയിലായിട്ട്, അതായത് നിങ്ങൾ എന്തുമാത്രം വിഷമം അനുഭവിച്ചോ അത്രയും ഫീലോടുകൂടി, മൈൻഡിൽ അത്രയും ഫീലോടുകൂടി അത് വളരെ ഡീറ്റെയിലായിട്ട് ആ പേപ്പറിൽ എഴുതുക. ആ പേപ്പറിൽ എഴുതിയ ശേഷം അത് ഞാൻ എഴുതിയതെല്ലാം കറക്റ്റാണോ എന്ന് വായിച്ചു നോക്കരുത്. കാരണം നമുക്ക് വേണ്ടാത്തതായ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് വായിച്ച് നോക്കരുത്. എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങളത് കത്തിച്ച് കളയുക. ആ ഫ്ലെയിംസ് നിങ്ങൾ കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. അത്ര ഫീലോടുകൂടിയാണ് നിങ്ങൾ അതെഴുതിയെങ്കിൽ നിങ്ങൾക്കൊരാശ്വാസം കിട്ടും. നമ്മൾക്ക് വിഷമങ്ങൾ മാത്രം തരുന്ന ഓർമ്മകളെ കളയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിനെ നമ്മൾ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ ഒരു പ്രാവശ്യം എഴുതിയാലൊന്നും നമ്മളുടെ ഈ ഒരു വിഷമം മാറുകയോ നമ്മൾ ഹീലാവുകയോ ചെയ്യില്ല. നമുക്ക് ആശ്വാസം ഓരോ തവണ, അതായത് ചിലർ 10 തവണയും ഒക്കെ ഇത് റിപ്പീറ്റഡായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. കാരണം ഓരോ തവണയും ഇത് കത്തിക്കുമ്പോഴും അവർക്ക് അവരുടെ ആ ഒരു മാറ്റം അനുഭവിച്ചവർക്കറിയാൻ സാധിക്കും. ഇത് കേൾക്കുമ്പം ഒരു തമാശയാണെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് അങ്ങനെ വിഷമം പിടിച്ച സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം തന്നെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഒത്തിരി, അതായത് നമ്മൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ഹീലായോ, ഇനി എത്ര പെർസെൻറ്റേജും കൂടി ഉണ്ട് ഹീലാവാനും നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയും ഹീലാവണം എന്നുള്ളവർ വീണ്ടും ഈ ലെറ്റർ പ്രാക്ടീസ് ചെയ്യുക. ഇത് തമാശയല്ല, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഉള്ളവർ ഈ മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്യണേ. താങ്ക് യു.